ഹലോ ഗസ്റ്റ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ടോളസ്റ്റ് ചർച്ച് എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്ക എന്നറിയപ്പെടുന്ന നമ്മുടെ പുത്തൻപള്ളി, നമ്മുടെ തൃശ്ശൂരുള്ള പുത്തൻപള്ളിയിൽ അവിടുത്തെ കാഴ്ചകളാണ്. ഈ പുത്തൻപള്ളിയിൽ എത്താനായിട്ട് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരെ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ അവർ ലേഡി ഓഫ് ഡോളർ ബസിലിക്കയിലേക്ക് എത്താനായിട്ട്. ഈ തൃശ്ശൂരുള്ള ഈ പുത്തൻപള്ളി വന്നിട്ട് 1929 ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചർച്ച് വന്നിട്ട് 27 സ്ക്വയർ ഫീറ്റിലായിരുന്നു ഈ ചർച്ച് ഇരിക്കുന്നത്. ഈ ചർച്ചിൻ്റെ ഹൈറ്റ് വന്നിട്ട് 79 മീറ്ററാണ്, അതായത് 259 അടി ഉയരത്തിലാണ് ഈ ചർച്ച് ഉള്ളത്. പിന്നെ ഈ ചർച്ചിൻ്റെ വേറെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബൈബിൾ ടവർ എന്നൊരു ലൊക്കേഷൻ ഉണ്ട്. ആ ബൈബിൾ ടവറിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബൈബിൾ കളക്ഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കാണാവുന്നതാണ്. ആ ബൈബിൾ ടവർ ജനുവരി 7, 2027 ഇത് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പോയ സമയത്ത് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല. കാരണം അതിന് ടൈമിംഗ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ 12 മണി വരെയും, പിന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഞാൻ പോയ സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പുത്തൻപള്ളി വിസിറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ആ ടൈം നോക്കിയിട്ട് വേണം പോകാൻ. ആ സമയത്ത് നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ബൈബിൾ ടവറും കൂടെ കയറി വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ തൃശ്ശൂരുള്ള ഈ പുത്തൻപള്ളിക്ക് നമ്മുടെ ഏഷ്യയിലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള റെക്കോർഡ് നമ്മൾ ഈ പള്ളിക്കുണ്ട്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. കാരണം എല്ലാം നല്ല ക്വയറ്റായിട്ടും നല്ലൊരു കിടിലം ഫീലാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ 2 സൈഡ് നല്ല കിടിലം ഫോട്ടോസും ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ നമുക്കിവിടെ ഇരിക്കുമ്പോഴത്തേക്കും നല്ലൊരു പോസിറ്റീവ് വൈബും കിട്ടും. പിന്നെ നമുക്കിവിടെ നിന്ന് ജപമാലയും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ രാവിലെ വെളുപ്പം. കാരണം ഒരു 4 മണി 5 മണി അടുത്ത ആ ഒരു ടൈമിലാണ് ഞാൻ പോയത്. ആ സമയത്തുള്ള കാഴ്ചയാണ്. ബൈബിൾ ടവറിലേക്ക് പോകാനായിട്ട് നമ്മുടെ പള്ളിയുടെ റൈറ്റ് സൈഡിൽ കൂടെ കുറച്ച് നടക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ഔട്ട് സൈഡ് ഒരു ഡോറ് കാണും. അവിടെ കൂടെ നമ്മൾ വെളിയിൽ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം പോയിട്ട് പള്ളിയുടെ ബാക്ക് സൈഡിലെത്തി അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ നിന്ന് കയറുമ്പോഴാണ് നമ്മൾ ബൈബിൾ ടവറിൻ്റെ അവിടെ എത്തുന്നത്. ഇതാണ് ബൈബിൾ ടവറിൻ്റെ അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് കാണാം ബൈബിൾ ടവറിൻ്റെ ഏതൊക്കെ സമയത്തൊക്കെയാണ് ബൈബിൾ ടവർ ഓപ്പൺ ആവുന്നതും അതൊക്കെ. ഇതാണ് ആ ബൈബിൾ ടവർ അടുത്ത മെയിൻ എൻട്രൻസ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ വെളുപ്പം കാലം ഒരു 7 മണി ടൈമിലായിരുന്നു. അതാണ് നമുക്ക് ഈ ബൈബിൾ ടവറിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത. ആ ഒരു വാതിൽ തന്നെ നമ്മൾ ആ ബൈബിൾ മോഡലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. ഇതൊക്കെയാണ് നമ്മുടെ തൃശ്ശൂരുള്ള അവർ ലേഡി ഓഫ് ബസിലിക്കയിൽ അവിടുത്തെ പ്രധാന കാഴ്ച. അതായത് നമ്മുടെ പുത്തൻപള്ളിയിൽ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. ഇപ്പം എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ തൃശ്ശൂർ വരികയാണെങ്കിൽ തൃശ്ശൂരുള്ള ഈ പുത്തൻപള്ളിയും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കിടിലം പോസിറ്റീവ് വൈബായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു കിടിലം ആംബിയൻസും കൂടിയാണ്. നമുക്ക് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത് ബൈബിൾ ടവറും കൂടിയാണ്. എല്ലാവരും മാക്സിമം ബൈബിൾ ടവറും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.